വീഡിയോയില് നമ്മൾ പീപ്പിൾ പ്ലീസേഴ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇങ്ങനെ എല്ലാവരോടും സ്നേഹം മാത്രമുള്ള അല്ലെങ്കിൽ സ്നേഹം മാത്രം അഭിനയിക്കുന്ന ഒരു കൂട്ടര്. അങ്ങനെയെങ്കിൽ അവർക്ക് ദേഷ്യം വന്നാൽ എന്ത് സംഭവിക്കും? അവർക്ക് എല്ലാവരോടും ഇങ്ങനെ സ്നേഹം മാത്രമേ ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം മാത്രമേ അഭിനയിക്കുകയുള്ളെങ്കിൽ അവർ റിയാക്ട് ചെയ്യില്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്കും ആ സംശയം ഉയരാം അല്ലേ? അങ്ങനെയെങ്കിൽ അതിനുള്ള ആൻസർ ഇതാണ്. ആരെങ്കിലും അവരുടെ തെറ്റുകളോ അവരുടെ മിസ്റ്റേക്കുകളോ അവരുടെ ഫെയിലിയേഴ്സോ അവരുടെ പ്രശ്നങ്ങളോ ഒക്കെ ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് നല്ല ദേഷ്യം വരും. പക്ഷേ അവര് ഒരു പബ്ലിക് സ്പേസിൽ അത് റിയാക്ട് ചെയ്യുകയില്ല. ബിക്കോസ് ഒരു പബ്ലിക് സ്പേസിൽ കുറെ ആളുകളുടെ മുൻപിൽ ഈ പറയുന്ന ആളോട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നല്ല പേര് പോകും, നല്ല കുഞ്ഞെന്ന പേര് പോകും. ഇവരെന്ത് ചെയ്യും? അവര് മിണ്ടാതെ അല്ലെങ്കിൽ അധികം ഒന്നും ഒരു റിയാക്ഷനും ഇല്ലാതെ അവരോട് നിൽക്കും. അതിനുശേഷം ഒരു പ്രൈവറ്റ് സ്പേസ് വരുമല്ലോ ഇത് പറഞ്ഞ വ്യക്തിയുമായിട്ട്, അവിടെ അവര് നല്ല അഗ്രസീവ് ആയിരിക്കും. നമ്മൾ തന്നെ ചിന്തിച്ചു പോവും, എന്റെ പൊന്നേ ഇവർക്ക് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാമോന്ന്. നന്നായിട്ട് അവര് റിയാക്ട് ചെയ്യും. അത് മാത്രമല്ല, അവര് ആ ഗ്രഡ്ജ്, ആ പക എപ്പോഴും അവരുടെ ഉള്ളില് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ പക ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ആരും അറിയാതെ നൈസായിട്ട് നമ്മൾ പറയുന്ന പോലെ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പണി വരും. വേറെ ആർക്കും മനസ്സിലാവില്ല. കാരണം ഇവര് പാവങ്ങളാണല്ലോ. ഇനി ഇവര് പ്രൈവറ്റ് സ്പേസിൽ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ച ആളോട്, അല്ലെങ്കിൽ ഇവരുടെ ഒരു മിസ്റ്റേക്കോ ഫെയിലിയറോ ഒക്കെ പറഞ്ഞ ആളോട് റിയാക്ട് ചെയ്യും. അതിനുശേഷം ഈ പ്രൈവറ്റ് സ്പേസിൽ നിന്നും വീണ്ടും പബ്ലിക് സ്പേസിലേക്ക് പോയി കഴിയുമ്പോൾ ഈ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്ത ആളോട്, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയോട് എന്തൊരു സ്നേഹമാണെന്നറിയാമോ? ഭയങ്കര സ്നേഹമായിരിക്കും. നമുക്ക് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുകയില്ല. അവരങ്ങനെയാണ്. എങ്ങാനും മറ്റുള്ളവരുടെ മുൻപിൽ ഇവരുടെ ട്രൂ ഫേസ് പുറത്തു വന്നാൽ, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും തെറ്റുകൾ പുറത്തു വന്നാൽ ഇവർക്ക് നല്ലോണം അതിനെ ഡീൽ ചെയ്യാനും അറിയാം. എങ്ങനെയാണെന്നറിയാമോ? ഒന്നെങ്കിൽ നന്നായിട്ടങ്ങ് കരഞ്ഞിട്ട് ഇവരോട് പറയും, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നൈസായിട്ട് വാദിയെ പ്രതിയാക്കും. ഒന്നാമത്തെ മാർഗം. രണ്ടാമതായിട്ട് ഇവർക്കുള്ള വലിയ ഒരു അടവാണ് ഈ ഇഷ്ടമില്ലാത്ത വ്യക്തി, അല്ലെങ്കിൽ ഇവരുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് ഇവർക്ക് പകയുള്ള വ്യക്തിക്ക് നല്ല ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ മറ്റുള്ളവർ കാണുമ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ, മറ്റുള്ളവർക്കാണല്ലോ പ്രശ്നം. ഇവരെ പൈസ ഒന്നും നോക്കില്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. കാരണം ഇവർക്ക് വരുത്തി തീർക്കണം, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, അവർക്കാണ് എന്നോട് പ്രശ്നം. പ്രശ്നം എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞ, നമ്മൾ പുറമേ കാണുമ്പോൾ വിചാരിക്കും ഇവരോട് കൂട്ടുകൂടുന്നത് നല്ലതാണ്, ഇവര് പാവങ്ങളല്ലേ, നമ്മളോട് ഭയങ്കര സ്നേഹമല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇവരുടെ റിലേഷൻഷിപ്സ് ഒക്കെ കൂടുതലും സൂപ്പർഫിഷ്യൽ ആയിരിക്കും. കാരണം അവരുടെ ഗെയിനിന് വേണ്ടിയിട്ട് അവരെ പുകഴ്ത്തി പറയുന്ന, അല്ലെങ്കിൽ അവരെ നല്ലത് പറയുന്ന, അവരെ പറ്റി നല്ലത് പറയിക്കാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്സ് മാത്രമായിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് സ്നേഹം അവരോട് മാത്രമായിരിക്കും. വേറെ ആരോടും അവർക്ക് ഈ ലോകത്തിൽ സ്നേഹം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ഒന്ന് സൂക്ഷിക്കണേ. കാരണം വലിയൊരു മാസ്കാണ് ഇവരുടെ മുഖത്തുള്ളത്. ഇവര് ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്നറിയോ? ഇവര് നമ്മുടെ അടുക്ക് വന്നിട്ട്, അയ്യോ എന്നാലും നിങ്ങൾ അവര് നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ചോർത്തിയെടുത്തിട്ട് നൈസായിട്ട് അപ്പുറത്തെ ഗ്രൂപ്പിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ അപ്പുറത്തെ ഗ്രൂപ്പുകാർക്ക് ഒരു സ്നേഹം വരും എന്നാണ് ഇവരുടെ വിചാരം. ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ബിവെയർ ഓഫ് പീപ്പിൾ പ്ലീസേഴ്സ്, അല്ലെങ്കിൽ നല്ല കുഞ്ഞുങ്ങളെ ദയവായിട്ട് ഒന്ന് മനസ്സിലാക്കാൻ നോക്കണേ.